ഒരു സ്ത്രീയെ മനസ്സിലാക്കരുത്, സ്നേഹിക്കുക. പുരുഷനെ സ്നേഹിക്കരുത്, മനസ്സിലാക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ വേഗത്തിൽ ഒരു പുരുഷനും കഴിയില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. അതാണ് അവർ പരസ്പരം അസൂയപ്പെടുന്നത്. ഇതൊരു മനഃശാസ്ത്ര സത്യമാണ്. പുരുഷനെ നല്ലതുപോലെ മനസ്സിലാക്കാൻ വേഗത്തിൽ കഴിയും. മനസ്സിലാക്കാതെ സ്നേഹിച്ചാൽ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കാതെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത്. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങൾ നോക്കി, സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സത്യസന്ധമായി സ്നേഹിക്കപ്പെടുന്നത് എന്നത് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. ആരും തികഞ്ഞവരല്ല, ആരും പൂർണ്ണരാകാൻ അർഹരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവുകൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരവരുടെ തനതായ രീതിയിലാണ് ജീവിക്കുന്നത്. സൈക്കോളജി പറയുന്നത്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിരിക്കുന്ന ആൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഒരാൾ ഒരുപാട് സമയം ഉറങ്ങുന്നു എങ്കിൽ അയാൾ ദുഃഖിതനാണ് എന്നാണർത്ഥം. അതുപോലെ ഒരാൾ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ വേഗത്തിൽ അയാൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അയാൾ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണ്. ഒരാൾ പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ഒരു ദുർബലനായ വ്യക്തിയാണ്. ഒരാൾ അന്തം പോയ രീതിയിൽ കഴിക്കുന്നു എങ്കിൽ അയാൾ നല്ല ടെൻഷനുള്ള ആളാണെന്നതാണ് അർത്ഥം. ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു വ്യക്തി വളരെ നിഷ്കളങ്കനും ലോലഹൃദയനുമാണ്. അതുപോലെ ഒരാൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിൽ അതിനർത്ഥം അയാൾ സ്നേഹം ലഭിക്കാത്ത ആളും അതുപോലെ തന്നെ അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. എത്രത്തോളം ക്ഷമിച്ചു എന്നതിന് അത്രത്തോളം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നു കൂടി അർത്ഥമുണ്ട്. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന് അവിടെ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് അനിവാര്യമാണ്. നിങ്ങൾക്ക് മാനസികമായി എങ്ങനെ ശക്തരാകാം? അതായത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സമയത്തെ ഓർത്ത് ഭയപ്പെടരുത്. ഭൂതകാലത്തിൽ ജീവിക്കരുത്. ലോകം നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നരുത്. ഉടനടി നിങ്ങൾ ഒന്നിനും ഫലങ്ങൾ പ്രതീക്ഷിക്കരുത്. എല്ലാവരെയും നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതോർത്ത് വിഷമിക്കരുത്. നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഊർജം പാഴാക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. മറ്റുള്ളവരുടെ വിജയത്തിൽ നീരസപ്പെടുകയും ചെയ്യരുത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. നിങ്ങളുടെ ആദ്യ പരാജയത്തിനു ശേഷം ഒന്നും ഉപേക്ഷിക്കരുത്. ചിന്തിച്ച് കണക്ക് കൂട്ടിയ കാര്യങ്ങളിൽ എടുക്കാൻ ഭയപ്പെടരുത്. എന്നാൽ നിങ്ങൾക്ക് മാനസികമായി ശക്തരാകാം.
മുറിവുകളും വെറുപ്പും പ്രതികാരവും ചിന്തിച്ചിരുന്നാൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ തെറ്റും അതിൻ്റെ ഫലങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയില്ല. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന ഡോക്ടർ നിങ്ങൾ മാത്രമാണ്. മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന പോലെ ജീവൻ പോകുന്ന വേദന, ആരോടും പറയാൻ പറ്റാത്ത കുറേയേറെ സങ്കടങ്ങൾ, ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ നമ്മൾ. പിന്നെങ്ങനെ മരണത്തെ സ്നേഹിക്കാതിരിക്കും? നിലച്ചുപോയ ഘടികാരം പോലും ദിവസേന 2 തവണ ശരിയായ സമയം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്. എന്നാൽ നിലച്ചുപോയ മനുഷ്യൻ എന്നെങ്കിലും തൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ടോ? കുട്ടിക്കാലം എന്ന് വെച്ചാൽ സ്വപ്നങ്ങളുടെ ഒരു കലവറയാണ്. ആഗ്രഹിച്ചത് ഒക്കെ നമ്മളിൽ നിന്ന് അകലുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മളെ കാണുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു വിലയുമില്ലെന്ന്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോഴൊക്കെ കാലം ഒരുപാട് മുന്നേ പോയിട്ടുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സംഭവിച്ചതെല്ലാം നല്ലതിന് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയാൻ മറന്നുപോയ, അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ തോൽവി ഒരു അവസാനമാണ്. തോൽവി ചിലർ നൽകിയ വിലപ്പെട്ട സമ്മാനമായേക്കാം. ഒരുപക്ഷേ ആ തോൽവിയിൽ അവരുടെ സ്നേഹമുണ്ട് എന്ന് വിശ്വസിച്ച് അത് 2 കൈയും നീട്ടി സ്വീകരിച്ച് സ്വയം നിരാശയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നകലേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ചിലരുടെ ജീവിതങ്ങൾ. ചില ജീവിതങ്ങൾ. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ ഒക്കില്ലല്ലോ എന്നോർത്ത് തലതല്ലി ചത്തിട്ടില്ല. ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്കുപറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല. പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയി എന്ന് തോന്നുമ്പോഴൊക്കെ വീര്യത്തോടെ തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയതെന്ന് ഓർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ കയ്യിന്ന് പോയെന്ന് തോന്നിയാലും ഇടം വലം നോക്കാതെ തർക്കിച്ചങ്ങ് നിൽക്കുക. തോറ്റുപോയാലും സ്വന്തം ശരിക്കു വേണ്ടി മിണ്ടി എന്നുള്ള ഒരു സന്തോഷമെങ്കിലും ഉണ്ടാകും. കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ ഫോണിൽ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വരുന്ന ആൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്ന്. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ അധിക പേരും തോറ്റുപോകുന്നത്? ഗുരു മറുപടി പറഞ്ഞു, യഥാർത്ഥത്തിൽ ജീവിതം എന്ന പരീക്ഷ വളരെ ലളിതമാണ്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വേറെ ചോദ്യപേപ്പറാണ് നൽകുന്നത്. ഇതറിയാതെ നാം അടുത്തിരിക്കുന്നവൻ്റെ ചോദ്യപേപ്പർ പകർത്താൻ ശ്രമിക്കുന്നു.
അതുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ അധിക പേരും തോറ്റുപോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.